ഒരു ഓഫീസിൽ പലതരം ജോലി ചെയ്യുന്നവരുടെ ഒരു ദിവസത്തെ വേതനമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഇവരുടെ ദിവസവേതനത്തെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു രൂപം കിട്ടാൻ പ്രയാസമാണല്ലോ. ദിവസവേതനങ്ങൾ പരിശോധിച്ചാൽ ഒരേ ദിവസവേതനമുള്ള ഒന്നിലധികം പേർ ഉള്ളതായി കാണാം. വ്യത്യസ്ത ദിവസവേതനവും ആ ദിവസവേതനം ലഭിക്കുന്ന എണ്ണവും ചേർത്ത് ഒരു പട്ടിക നിർമ്മിച്ചാലോ. 675 രൂപ ദിവസവേതനം ലഭിക്കുന്ന 8 പേരുണ്ട്. 730 രൂപ ദിവസവേതനം ലഭിക്കുന്ന 4 പേരും, 755 രൂപ ലഭിക്കുന്ന 4 പേരും, 750 രൂപ ലഭിക്കുന്ന 3 പേരും, 840 രൂപ ലഭിക്കുന്ന ഒരാളുമാണ് ഉള്ളത്. ഇവരുടെ ദിവസവേതനത്തിന്റെ മാധ്യം എത്ര രൂപയായിരിക്കും? മാധ്യം എന്നത് ആകെ ദിവസവേതനത്തെ ജോലിക്കാരുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. 675 രൂപ ദിവസവേതനമുള്ള 8 പേരുണ്ട്. അവരുടെ ആകെ ദിവസവേതനം എത്രയായിരിക്കും? 675 ഇൻറ്റു 8 അഥവാ 5400 രൂപ അല്ലേ? ഇതുപോലെ 730 രൂപ ദിവസവേതനമുള്ള 4 പേരുണ്ട്. അവരുടെ ആകെ ദിവസവേതനം 2920 രൂപയാണ്. 755 രൂപ ദിവസവേതനമുള്ള 4 പേരുടെ ആകെ ദിവസവേതനം 3020 രൂപയും, 780 രൂപ ദിവസവേതനമുള്ള 3 പേരുടെ ആകെ ദിവസവേതനം 2340 രൂപയും, 840 രൂപ ദിവസവേതനമുള്ള ഒരാളുടെ ദിവസവേതനം 840 രൂപയും ആണ്. ആകെ ജോലിക്കാരുടെ എണ്ണം 20 ആണെന്ന് കാണാം. അതുപോലെ ആകെ ദിവസവേതനം 14,520 രൂപയാണ്. ഇനി നമുക്ക് മാധ്യം കണക്കാക്കാം. മാധ്യം എന്നത് ദിവസവേതനങ്ങളുടെ തുകയെ അവയുടെ എണ്ണം അഥവാ ജോലിക്കാരുടെ എണ്ണം കൊണ്ട് ഹരിച്ചതാണ്. അതായത് മാധ്യവേതനം സമം 14,520 ഹരിക്കണം 20. 14,520നെ 20 കൊണ്ട് ഹരിച്ചു നോക്കാം. പൂജ്യങ്ങൾ ചുരുക്കാം. 1452നെ 2 കൊണ്ട് ഹരിച്ചാൽ അഥവാ 1452ന്റെ പകുതി 726 ആണ്. അതായത് മാധ്യവേതനം 726 രൂപയാണ്. ഇവിടെ ഏറ്റവും കുറഞ്ഞ വേതനം 675 രൂപയും ഏറ്റവും കൂടിയ വേതനം 840 രൂപയുമാണല്ലോ. മാധ്യവേതനമായ 726 രൂപ 675 രൂപയേക്കാൾ കൂടുതലും 840 രൂപയേക്കാൾ കുറവുമാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇത് എപ്പോഴും ശരിയാണെന്ന് കാണാം. അതായത് ഏത് സംഖ്യയുടെയും മാധ്യം അവയിൽ ഏറ്റവും ചെറുതിനും ഏറ്റവും വലുതിനും ഇടയിലാണ്.